എഗ്രിമെൻറ്റ്സ് ഒരുപാട് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടാവും പല ആവശ്യങ്ങൾക്കായിട്ട്. ഇപ്പം ഓരോ എഗ്രിമെൻറ്റും വളരെ മൈന്യൂട്ടായി വായിച്ച ശേഷം അതിൽ നമുക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ക്ലോസുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാലോ, എസ്പെഷ്യലി റെന്റൽ എഗ്രിമെന്റ്സിന് ഇവിടെ ഖത്തറിൽ കണ്ടുവരാറുള്ള ഒരുപാട് ഹിഡൻ ക്ലോസസ് ഉണ്ട്. പിന്നീട് നമുക്കൊരു എഗൻസ്റ്റ് ആയി വരേണ്ട ഒരുപാട് ക്ലോസസ്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയാവുന്ന ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 1 ഇയർ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു 6 മന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നോട്ടീസ് പീരീഡ് പാലിച്ച ശേഷം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പീരീഡിലുള്ള റെന്റ് എമൗണ്ട് കൂടി നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ക്ലോസ് ഓൾമോസ്റ്റ് എല്ലാ റെന്റൽ അഗ്രിമെന്റിലും കാണാറുണ്ട്. ഇത് പലപ്പോഴും പലരും അറിയാറ് പോലുമില്ല ഇങ്ങനെ ഒരു ക്ലോസ് അതിലുണ്ട്. എന്നിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ലാൻഡ് ലോഡ് നമ്മളോട് ആ ഒരു എമൗണ്ട് ചോദിക്കുമ്പോൾ മാത്രമാണത് അത് കോൺട്രാക്റ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പലരും തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോൺട്രാക്റ്റ് വായിക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ റെൻ്റൽ അഗ്രിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അമളി അവിടെ പറ്റില്ലായിരുന്നു. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ലോസ് ആകില്ലായിരുന്നു. അപ്പോൾ ഓരോ കോൺട്രാക്റ്റും അത് എന്ത് ടൈപ്പ് കോൺട്രാക്റ്റുകളായാലും ഡീറ്റെയിൽ ആയി വായിച്ച ശേഷം മാത്രം നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സ്പേർട്സിൻ്റെ സഹായവും തേടാവുന്നതാണ്.